നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈബ്രിഡ് തെങ്ങിനെയാണ്. D&T ഹൈബ്രിഡ് കോക്കനട്ട്. ഉയർന്ന ഉൽപ്പാദനവും നേരത്തെ കായ്ക്കുന്ന സ്വഭാവം കാരണം ഇന്ന് പല ആളുകളും ഈ ഇനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം തന്നെ D&T എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഡി എന്നത് ഡോർഫ്, അതായത് കുള്ളൻ തെങ്ങ്. ടി എന്നത് ടോള്, അതായത് ഉയരം കൂടിയ നമ്മുടെ നാടൻ തെങ്ങുകൾ. അപ്പോൾ കുള്ളൻ തെങ്ങിനെ അമ്മയായും അതുപോലെ ഉയരം കൂടിയ തെങ്ങിനെ അച്ഛനായും ഉപയോഗിച്ച് നിയന്ത്രിത പരാഗണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് ഇനങ്ങളാണ് D&T തെങ്ങുകൾ. അതുകൊണ്ട് തന്നെ രണ്ട് ഇനങ്ങളുടെയും മികച്ച ഗുണങ്ങൾ ഈ D&T വെറൈറ്റികൾക്ക് ലഭിക്കുന്നു. സാധാരണയായി നല്ല പരിചരണം നൽകിയാൽ ഏകദേശം 3 വർഷം മുതൽ 4 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നിക്ഷേപത്തിന് വേഗത്തിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന കർഷകർക്കൊക്കെ ഇതൊരു നല്ല തിരഞ്ഞെടുപ്പാണ്. D&T ഹൈബ്രിഡിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്തെന്നാൽ ഉയർന്ന ഉൽപ്പാദനം. ആവശ്യത്തിന് വളവും വെള്ളവും നൽകിയാൽ വർഷം തോറും നല്ല തോതിൽ തേങ്ങ ലഭിക്കും. അതിനാൽ വീട്ടാവശ്യത്തിനും വാണിജ്യ കൃഷിക്കും ഒരുപോലെ അനുയോജ്യമായ ഇനമാണിത്. നല്ല പരിചരണം ലഭിക്കുന്ന ഒരു D&T ഹൈബ്രിഡ് തെങ്ങിൽ നിന്ന് വർഷത്തിൽ ശരാശരി 90 മുതൽ 130 തേങ്ങ വരെ ലഭിക്കാം. മികച്ച പരിപാലനവും അനുയോജ്യമായ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ ചില മരങ്ങൾ അതിലും കൂടുതൽ ഏകദേശം 130-160 തേങ്ങ വരെ നൽകുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മഴക്കാലമായതിനാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ചില പ്രദേശങ്ങളിൽ തെങ്ങിൽ ചെല്ലിയുടെ ആക്രമണം നല്ലവണ്ണം കണ്ടുവരാറുണ്ട്. തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഇത് എളുപ്പത്തിൽ നിയന്ത്രിക്കാനും പറ്റും. ആക്രമണം കൂടുതലുള്ള ഓലകൾ മുറിച്ചു മാറ്റുക, തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക, ആവശ്യമെങ്കിൽ കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ശുപാർശ ചെയ്യുന്ന ജൈവ നിയന്ത്രണ മാർഗങ്ങളോ അനുയോജ്യമായ കീടനിയന്ത്രണ രീതികളോ ഉപയോഗിക്കുകയും ചെയ്യാം. വളർച്ചയുടെ കാര്യത്തിൽ D&T ഹൈബ്രിഡ് കുള്ളൻ തെങ്ങിനേക്കാൾ ഉയരവും അതുപോലെ നമ്മുടെ സാധാരണ ഉയരമുള്ള തെങ്ങിനേക്കാൾ ഉയരം കുറവുമാണ് ഉണ്ടാവുക. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏകദേശം 10 മുതൽ 15 മീറ്റർ വരെ ഉയരം വെക്കാം. ശരിയായ പരിചരണം നൽകിയാൽ 50 വർഷത്തിലേറെയോ പല സാഹചര്യങ്ങളിലും 60 വർഷം വരെ പോലും നല്ല രീതിയിൽ ഉൽപ്പാദനം നൽകാൻ ഈ തെങ്ങിന് കഴിയും. D&T ഹൈബ്രിഡിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇതിൻ്റെ കൊപ്രയിൽ ഏകദേശം 65% മുതൽ 68% വരെ എണ്ണയുടെ അംശം ലഭിക്കും. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നിർമ്മാണത്തിനും കൊപ്ര ഉൽപ്പാദനത്തിനും ഈ ഇനം വളരെ അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു. അതേസമയം ഇളനീരായും പാകം വന്ന തേങ്ങയായും മികച്ച രീതിയിൽ ഉപയോഗിക്കാനാകുന്ന ഒരു ബഹുമുഖ ഹൈബ്രിഡ് ഇനമാണ് D&T. വളർച്ചയുടെ കാര്യത്തിലും ഈ തെങ്ങ് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആരോഗ്യമുള്ള തൈകൾ തിരഞ്ഞെടുക്കുകയും ശരിയായ രീതിയിൽ നടുകയും ചെയ്താൽ വർഷങ്ങളോളം മികച്ച വിളവ് നൽകാൻ D&T തെങ്ങുകൾക്ക് കഴിയും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഹൈബ്രിഡ് ഇനമായതുകൊണ്ട് നല്ല വിളവ് ലഭിക്കണമെങ്കിൽ കൃത്യമായ വളപ്രയോഗം, ജലസേചനം, ശുചിത്വ പരിപാലനം എന്നിവ വളരെ പ്രധാനമാണ്. തുടക്കത്തിൽ തന്നെ നല്ല പരിചരണം നൽകിയാൽ പിന്നീട് അതിൻ്റെ ഗുണം വ്യക്തമായി കാണാൻ സാധിക്കും. D&T വെറൈറ്റികളുടെ തൈ വാങ്ങുമ്പോൾ വിശ്വസനീയമായ നഴ്സറിയിൽ നിന്നോ അതല്ലെന്നുണ്ടെങ്കിൽ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഗുണമേന്മയുള്ള തൈ തിരഞ്ഞെടുക്കുന്നത് ഭാവിയിലെ വിളവിനെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദീർഘകാല നിക്ഷേപമായി ചിന്തിക്കുന്നവർക്ക് D&T ഹൈബ്രിഡ് കോക്കനട്ട് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു മികച്ച ഇനമാണ്. ശരിയായ പരിചരണത്തോടെ വർഷങ്ങളോളം നല്ല വിളവും സ്ഥിരമായ വരുമാനവും നൽകാൻ ഈ വെറൈറ്റിക്ക് കഴിയും. D&T ഹൈബ്രിഡിൻ്റെ മറ്റൊരു പ്രത്യേകത കരുത്തുറ്റ വളർച്ചയാണ്. ആരോഗ്യമുള്ള വേരുകളും നല്ല പരിപാലനവും ലഭിച്ചാൽ സാധാരണ കാറ്റിനെയും മഴയെയും നന്നായി അതിജീവിച്ച് സ്ഥിരതയാർന്ന വളർച്ചയും മികച്ച വിളവും നൽകാൻ ഈ ഇനത്തിന് കഴിയും. നേരത്തെ കായ്ക്കുക, ഉയർന്ന ഉൽപ്പാദനശേഷി, മികച്ച കൊപ്ര ഗുണമേന്മ എന്നിവയാണ് D&T ഹൈബ്രിഡിനെ മറ്റ് പല ഇനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സ്ഥിരമായ തേങ്ങ ഉൽപ്പാദനം ലക്ഷ്യമിടുന്നവർക്ക് ആലോചിക്കാവുന്ന മികച്ച ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒന്നാണ് D&T ഹൈബ്രിഡ് വെറൈറ്റി. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ കാർഷിക വീഡിയോകൾക്കായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.